AWS DevOps സീരീസിലെ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിഗേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ആക്ച്വലി മെയിനായിട്ട് നമ്മൾ AWS DevOps എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്മുടെ വർക്ക് ഫ്ലോ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിഗേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നൊരു ടോപ്പിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മൾ കോഡ് കമ്മിറ്റിൻ്റെ സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കിയത് നമുക്കൊരു റെപ്പോസിറ്ററി എങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു IAM യൂസർ ക്രിയേറ്റ് ചെയ്ത് IAM യൂസറിനെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇന്ത്യൻ പോളിസീസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കോഡ് കമ്മിറ്റിൻ്റെ സെഷനിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്നത്തെ ട്രിഗേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ SNS എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ആ ഒരു സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് തൊട്ട് മുമ്പുള്ള സെഷനിൽ SNSനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാമ്പിൾ സഹിതം ചെയ്ത് നോക്കി മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ട്രിഗേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ആ ഒരു ഐഡിയ ഒന്ന് നോക്കി പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ സെഷനിലൂടെ ഞാൻ നോക്കി പറഞ്ഞെന്ന് മനസ്സിലാക്കി തരാം ഈ ഒരു സെഷനിൽ. അപ്പം നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഇപ്പോൾ AWSൻ്റെ ഫ്രീ ടയർ അക്കൗണ്ടിൽ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആ IAM എന്ന് പറഞ്ഞൊരു സർവീസ് അതെടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ കോഡ് കമ്മിറ്റിൻ്റെ സെഷനിൽ നമ്മളൊരു IAM യൂസറിനെ ഒരു പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ജൂനിയർ ഡെവ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിനകത്ത് പിടിച്ചുകൊണ്ടിട്ടിട്ട് അതിലാണ് നമ്മൾ ഇൻലൈൻ പോളിസീസ് എല്ലാം ആ ഒരു ഗ്രൂപ്പിനെ കൊടുത്തത് ഇതിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സാം എന്ന് പറഞ്ഞ യൂസറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്ത ഒരു റെപ്പോ നമ്മൾ സെക്യൂർ ആക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് തൽക്കാലം ആ ഒരു ഗ്രൂപ്പിനകത്ത് നിന്നും സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഏതാണോ അതിനെ നമുക്കതങ്ങ് റിമൂവ് ചെയ്യാം. നമുക്ക് കാരണം ഈ ഒരു സെക്ഷന് അത് വേണ്ട. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും സാം എന്ന് പറഞ്ഞ യൂസറിന് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ യൂസേഴ്സ് ഇപ്പോൾ ഒരു യൂസറെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളും അതുപോലൊരു യൂസർ ഫസ്റ്റ് സെഷനിൽ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ട സർവീസ് ട്രിഗേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അത് കോഡ് കമ്മിറ്റ് തന്നെ എടുക്കുക. അപ്പോൾ കോഡ് കമ്മിറ്റ് നിങ്ങൾ നേരത്തെ നമ്മൾ അതായത് നോക്കിക്കൊണ്ട് വന്നുകൊണ്ടിരുന്ന സർവീസ്. അപ്പോൾ ആ ഒരു കോഡ് കമ്മിറ്റിൽ തന്നെ ആണ് നമുക്കിന്ന് നോക്കേണ്ട സർവീസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ്, കോഡ് കമ്മിറ്റ് എടുക്കുക, അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. റെപ്പോസിറ്ററീസിൻ്റെ അണ്ടറിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ്, ട്രിഗേഴ്സ് ഇങ്ങനെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനത്തെ ലിങ്ക്സ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ SNS ടോപ്പിക്ക്, SNS എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കിയപ്പോൾ അതിൽ നമ്മൾ SNS ടോപ്പിക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്ക് ഓൾറെഡി നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വേണം. അപ്പോൾ ആ ഒരു സെഷൻ കണ്ടിട്ടില്ലാത്തവർ, SNS കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ആ ഒരു SNS ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഇമെയിൽ ID ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു SNS ടോപ്പിക്കും സബ്സ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെഷൻ ഇന്നത്തെ പറയുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കോഡ് കമ്മിറ്റിൽ വന്നിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന രണ്ട് സർവീസ്, ഒന്ന് നോട്ടിഫിക്കേഷൻ, ഒന്ന് ട്രിഗേഴ്സുമാണ്. അപ്പോൾ അതായത് നമുക്ക് ഡെവോപ്സ് കോൺസെപ്റ്റ് അതിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നോട്ടിഫിക്കേഷൻ, ട്രിഗേഴ്സ്. അപ്പോൾ ഈ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാര്യമായിട്ട് ഇപ്പം ബേസിക്കലി നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ രണ്ട് സർവീസ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ബേസിക്കലി നോട്ടിഫിക്കേഷൻസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇവിടെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു ക്രിയേറ്റ് നോട്ടിഫിക്കേഷൻ റൂൾ എന്നും പറഞ്ഞൊരു ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പേര് കൊടുക്കാം. കോഡ് കമ്മിറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അപ്പോൾ ഫുൾ സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബേസിക് നോട്ടിഫിക്കേഷൻസ് മതിയെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബൈ ഡിഫോൾട്ട് ഫുള്ള് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസിനെ ട്രിഗർ ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കമ്മിറ്റ്സ്, നമ്മുടെ റെപ്പോസിറ്ററിയിൽ എന്തെങ്കിലും കമ്മിറ്റ്സ് പുതുതായിട്ട് ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ പുൾ റിക്വസ്റ്റ് വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രൂവൽസോ, അല്ലെങ്കിൽ പുൾ റിക്വസ്റ്റ് തന്നെ നമുക്ക് സോഴ്സ് അപ്ഡേറ്റഡോ ക്രിയേറ്റഡോ മെർജിങ് നടക്കുമ്പോഴോ, അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ, ഡിലീറ്റ് ചെയ്യുമ്പോഴോ, അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കൊരു നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ട്രിഗർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ള ഇവൻറ്റ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളിന് സെലക്ട് ഓൾ തന്നെ കൊടുക്കുകയാണ്. ടാർജറ്റ്, അത് കഴിഞ്ഞ് ടാർജറ്റാണ് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു SNS ടോപ്പിക്ക് സെലക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി നമുക്ക് SNS ടോപ്പിക്കിൽ നമ്മളൊരു ടെസ്റ്റ് ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാർജറ്റായിട്ട്. അപ്പോൾ ഞാൻ അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഈ കൊടുത്ത ഇത്രയും ഇവൻറ്റ്സ് നടക്കുകയാണെങ്കിൽ, നമ്മുടെ റെപ്പോസിറ്ററിയിൽ ഇങ്ങനെയുള്ള ഇതിലേതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ ആ ഒരു ഇവൻറ്റ് നമ്മുടെ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോട്ടിഫിക്കേഷനെ ട്രിഗർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ SNS ടോപ്പിക്കിൽ നമ്മൾ എന്താണോ അതിന് കറസ്പോണ്ടിങ് എൻഡ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ മെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്, ആ മെയിലിലോട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നോട്ടിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് വരേണ്ടത് സെറ്റിങ്സ് എടുക്കുക. ഇപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷനാണ് നോക്കിയത്. നമുക്ക് അടുത്തത് വേണ്ടത് ട്രിഗേഴ്സാണ്. അപ്പോൾ ട്രിഗേഴ്സ് സെയിം പോലെ തന്നെയാണ്. നമുക്ക് ക്രിയേറ്റ് ട്രിഗർ എടുക്കുക. അവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ, നമുക്കൊരു പേര് കൊടുക്കാം,
കോഡ് കമ്മിറ്റ് ട്രിഗർ എന്നും പറഞ്ഞിട്ട് നമുക്കൊരു പേര് കൊടുക്കാം. ഇവൻറ്റ്സ്, നമുക്ക് ഇവൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾ റെപ്പോസിറ്ററി ഇവൻറ്റ്സ്, ആ റെപ്പോസിറ്ററിയിൽ എന്ത് തന്നെ നടന്നാലും നമുക്കിവിടെ ഒരു ട്രിഗറിങ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ റെപ്പോസിറ്ററി ഇവൻറ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രാഞ്ചസ്, ബൈ ഡിഫോൾട്ട് നമുക്ക് മാസ്റ്റർ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാസ്റ്റർ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു. സർവീസ് ഡീറ്റെയിൽസ്, ചൂസ് സർവീസ് ടു യൂസ്. അപ്പോൾ SNS ഉണ്ട്, നമുക്ക് AWS ലാംഡ യൂസ് ചെയ്യാം. അപ്പോൾ ലാംഡയൊന്നും നമ്മളിപ്പം പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം SNS ടോപ്പിക്ക് നമ്മൾ നോക്കി മനസ്സിലായി കഴിഞ്ഞു. ഓൾറെഡി നമുക്കൊരു ടോപ്പിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആമസോൺ SNS തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിൽ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ടോപ്പിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ക്രിയേറ്റ് ട്രിഗർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്രിയേറ്റ് ട്രിഗർ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ട്രിഗർ ചെയ്യിപ്പിക്കാം, അതായത് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇപ്പോൾ ഓൾ റെപ്പോസിറ്ററി ഇവൻറ്റ്സ് ആണ് നമ്മൾ ട്രിഗർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രിഗറിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ആക്ച്വൽ കേസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റ് മെഷീനിലോട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ടെസ്റ്റ് മെഷീനിൽ ലോഗിൻ ചെയ്തു. നമ്മുടെ ആ ഒരു എക്സാമ്പിൾ വെബ് പേജിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ചേഞ്ച് വരുത്താം. ഇവിടെ AWS DevOps കോഴ്സ് നമുക്കിവിടെ ട്രിഗർ ടെസ്റ്റ് എന്നും പറഞ്ഞ് ഞാനൊരു ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തുകയാണ്. എന്നിട്ട് ആ ഒരു ഫയൽ സേവ് ചെയ്തു, എക്സിറ്റ് ചെയ്തു. നമുക്കിനി ജിറ്റ് സ്റ്റാറ്റസ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ജിറ്റ് ആഡ് കൊടുത്തിട്ട് ആ ഒരു ഇൻഡെക്സ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എപ്പോഴും യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് നമുക്ക് ജിറ്റ് കമ്മിറ്റ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ മെസ്സേജ് കൊടുത്തു, ജിറ്റ് കമ്മിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ജിറ്റ് പുഷ് ഒറിജിൻ, നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേര് മാസ്റ്റർ എന്നാണ്. അപ്പോൾ മാസ്റ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്ക് ആ ഒരു യൂസർ നെയിം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു IAM യൂസറിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ തന്നെ ചെയ്ത് തന്നെയാണ്. എൻ്റർ ചെയ്തു. യൂസർ നെയിമും പാസ്വേഡും നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് അത് പുഷ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി വെരിഫൈ ചെയ്യാം. നമ്മുടെ കോഡ് എടുത്തു. കോഡിനകത്ത് നമുക്ക് ആ ഒരു ഇൻഡെക്സ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് പുഷായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നിന്നും കണ്ടില്ല, ഇപ്പം ട്രിഗർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഡ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ആ ഒരു മെയിൽ നമുക്കൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ആ മെയിലിലോട്ട് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് കണ്ടില്ലേ. ഇപ്പം ആ ഒരു കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ ഒരു മെയിലായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. കാരണം അത് SNS വഴിയാണ് ഇവിടെ വന്നത്. ആ ഒരു ട്രിഗർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ട്രിഗർ SNS വഴിയാണ് നമുക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു പുതിയൊരു മെയിൽ വന്നിരിക്കുകയാണ്. ദ ഫോളോയിങ് റെപ്പോസിറ്ററി ഇൻ AWS CodeCommit ഹാസ് ചേഞ്ച്ഡ് മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററിയുടെ പേര്. റെപ്പോസിറ്ററി വാസ് ചേഞ്ച്ഡ് ബൈ ദ IAM യൂസർ. സാം എന്ന് പറഞ്ഞ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് വഴിയാണ് അത് ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ബ്രാഞ്ച് മാസ്റ്റർ. അപ്പോൾ ഇങ്ങനൊരു മെയിലായിട്ട് നമുക്ക് ആ ഒരു ട്രിഗർ എഴുതപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ സംഭവിച്ചത് വന്നത് നമുക്ക് SNS ടോപ്പിക്ക്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന SNS ടോപ്പിക്ക് വഴിയാണ് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്, ഇവിടെ നമ്മൾ ആ ഒരു കോഡ് കമ്മിറ്റിൽ സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ ട്രിഗർ വഴിയാണ് ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ട്രിഗർ സംഭവിച്ചത് ആ ഒരു നമ്മുടെ റെപ്പോസിറ്ററിയിൽ ആ ഒരു ചേഞ്ച് വന്നപ്പോഴാണ്. ചേഞ്ച് വന്നപ്പോൾ എന്നിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് SNS വഴിയാണ് നമ്മൾ മെയിലിലോട്ട് എൻഡ് പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അവിടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനും ട്രിഗേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ AWSനും DevOpsൽ നമുക്ക് പലതരത്തിലുള്ള ഓട്ടോമേഷൻസും ഇതുവഴി വരുത്താം, നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്സ് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വരേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.